വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് വിഷു ചന്തകൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി നീക്കിയതോടെയാണ് ചന്തകൾ ആരംഭിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കോഴിക്കോട് നടക്കും. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ബി സുധയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. പി വി ജോഷില കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ജോഷില, 300ഓളം ചന്തകളാണ് ഈ ഒരു വിഷുവിനോടനുബന്ധിച്ച് ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് ഒരുക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഔദ്യോഗികമായ തുടക്കമാവുകയാണ്. ക്രമീകരണങ്ങളൊക്കെയും പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവശ്യ സാധനങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ടോ? കാവ്യ, അല്പസമയത്തിനകം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം തന്നെ, അതായത് കൺസ്യൂമർ ഫെഡിന്റെ ജീവനക്കാരെല്ലാം തന്നെ വിഷു ചന്ത ഒരുക്കുന്ന തിരക്കിലാണ്. അതായത് സാധനങ്ങൾ എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ വ്യത്യാസമാണ്. സാധാരണ പൊതുവിപണിയിൽ നിന്നും വളരെ വലിയ വ്യത്യാസം വിലയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. 45% വില കുറവ് സബ്സിഡിയായി ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഉത്സവകാലത്ത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി കൊണ്ടാണ് ഇത്തരത്തിൽ വിഷു ചന്തകൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കൺസ്യൂമർ ഫെഡിന്റെ ജനറൽ മാനേജർ, ടൗൺ ബാങ്കാണ് ഇത് ഇവിടെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ടൗൺ ബാങ്കിന്റെ വിഷു ചന്തയിലാണ് നടക്കുന്നത്. ടൗൺ ബാങ്കിന്റെ വിഷു ചന്തയിലെ ടൗൺ ബാങ്കിന്റെ മാനേജർ അല്ലേ, എങ്ങനെയുണ്ട് ഇതിന്റെ വിവരത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ജനങ്ങൾക്ക് കൂടി ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. 13 ഇനം ഐറ്റങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. സബ്സിഡി റേറ്റിലാണ് കൊടുക്കുന്നത്. കുറുവാരി 1 കിലോന് 47 രൂപയാണ് പൊതുമാർക്കറ്റിൽ. ഇവിടെ വിൽപ്പന നൽകുന്നത് 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പച്ചരി കിലോന് 39 രൂപയാണ് മാർക്കറ്റ് റേറ്റിൽ, നമ്മൾ കൊടുക്കുന്നത് 26 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പഞ്ചസാര 1 കിലോന് 45 രൂപയാണ് പൊതുമാർക്കറ്റിൽ, ഇവിടെ നൽകുന്നത് 27 രൂപയ്ക്കാണ് നൽകുന്നത്. ചെറുപയർ 1 കിലോ 156 രൂപയാണ് മാർക്കറ്റിൽ, നമ്മളിവിടെ കൊടുക്കുന്നത് 92 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 13 സാധനങ്ങളാണ് ഈ രീതിയിൽ കൊടുക്കുന്നത്. വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഒരു 17 രൂപയെങ്കിലും വ്യത്യാസം വരുന്നുണ്ട് അല്ല, ഒരു വെളിച്ചെണ്ണയ്ക്ക് 260 രൂപയാണ് ഒരു ലിറ്ററിന് വരുന്നത്, ഇവിടെ 110 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രയും വില വ്യത്യാസം വരുന്നുണ്ട്. 13 വലിയ ആശ്വാസമാണ്. ഇന്നലെ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു ഇത്തരം ഒരു സബ്സിഡി ചന്ത തുടങ്ങുന്നതിന്. അതിന് എതിരായിട്ട് കൺസ്യൂമർ ഫെഡറേഷൻ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു ചന്ത തുടങ്ങിയിട്ടുള്ളത്. റംസാൻ്റെ മുൻപേ തുടങ്ങേണ്ട ചന്തയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കുകൊണ്ടാണ് നടക്കാതിരുന്നത്. 13 ഐറ്റം വലിയ വിലക്കുറവിലാണ് നൽകുന്നത്. 10 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. കാവ്യ, 10 മണിയോടുകൂടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ തന്നെ ഇത് ആരംഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല വലിയ വ്യത്യാസം, അതായത് 260 രൂപ ലിറ്ററിനുള്ള വെളിച്ചെണ്ണയ്ക്ക് 110 രൂപക്ക് ലഭ്യമാകുന്നു. അത്തരത്തിൽ വലിയ ആശ്വാസമായിക്കൊണ്ട് തന്നെയാണ് വിഷുചന്തകൾ തുറക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 16 തന്നെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. 1414 കോടിയോളം രൂപയുടെ സബ്സിഡി ഇനങ്ങൾ വാങ്ങിക്കാൻ സർക്കാർ തയ്യാറായിരുന്നു, വാങ്ങിച്ചിരുന്നു എന്നുള്ളത് കോടതിയെ പിന്നീട് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു വിലക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുണ്ടായത്. എന്നാൽ കോടതി ഇത് ജനങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു, സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിന്റെയും ആവശ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വിഷുചന്തകൾ ഒരുങ്ങി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി വിഷുചന്തകൾ ഇപ്പോൾ അല്പസമയത്തിനകം സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. കാവ്യ, ജോഷില, ഇത് സംഘടിപ്പിക്കുന്നവരുടെ, കൂടുതൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൃത്യമായി എത്തിക്കുന്നവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു. അവിടെ മറ്റുള്ളവരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ജോഷില നിൽക്കുന്നിടത്തും ക്രമീകരണങ്ങളുണ്ട്. ഉത്സവ ചന്തയുടെ, വിഷുചന്തയുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സ്വീകാര്യത എങ്ങനെയാണ്? തീർച്ചയായും ജനങ്ങൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. സംസ്ഥാനതല ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ RMO ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ ഒരു എങ്ങനെയായിരിക്കും, ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ ഏറെ ആഗ്രഹമുണ്ടായിരിക്കും, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു വിതരണം, എങ്ങനെയായിരിക്കും, ആളുകൾക്ക് എങ്ങനെയാണ് ഇതിനെ പോയി വാങ്ങാനുള്ള ഒരു സാധ്യതകൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം നമ്മളോട് പറയും. എങ്ങനെയുണ്ട് വിഷുചന്ത, എങ്ങനെയായിരിക്കും ജനങ്ങളിലേക്ക് എത്തുക? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ഗോഡൗണുകളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിധി വന്ന ഉടനെ തന്നെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ, നിശ്ചയിക്കപ്പെട്ടുള്ള സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി സാധനങ്ങളൊക്കെ എടുത്ത്
പിന്നെ വിതരണത്തിന് ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാക്കാം, വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ദിവസം 125 പേർക്കാണ് ഈ താലൂക്ക് തല ചന്ത വഴി ഈ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. 18-ാം തീയതി വരെ, വിഷു കഴിഞ്ഞാലും ഈ 18-ാം തീയതി വരെ ഈ ചന്ത പ്രവർത്തിക്കും. അപ്പം പിന്നെ ഒരു താലൂക്ക് കേന്ദ്രങ്ങളിൽ ഒരു സ്ഥലത്താണ് ഇപ്പം സഹകരണ സ്ഥാപനങ്ങൾ വഴിയുള്ള ചന്ത പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും ഈ വിഷു ചന്ത പ്രവർത്തിക്കുന്നു. കാവ്യ, ഏറെ ആശ്വാസകരമായ ഒരു കാര്യം, അതായത് അഥവാ വിഷുവിന് വാങ്ങാൻ സാധിക്കാത്തവർക്ക് പോലും വിഷു കഴിഞ്ഞ് 18-ാം തീയതി വരെ ഇത്തരത്തിൽ വിഷു ചന്തകൾ പ്രവർത്തിക്കും. അപ്പോൾ അവർക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. ഒരു ദിവസം 125 പേർക്ക് വരെ വിഷു ചന്തയിൽ നിന്നും സാധനങ്ങൾ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആർക്കും ആശങ്കകൾ വേണ്ട. വിഷു കഴിഞ്ഞാലും 18-ാം തീയതി വരെ വിഷു ചന്തകൾ പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ആളുകൾ അല്പസമയത്തിനകം വന്നു തുടങ്ങും. ശരി. അപ്പോൾ നമുക്ക് പൊതുജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എടുക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്.